എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് റാഗിയും ഓട്സും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച റാഗിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ കട്ടകളില്ലാതെ കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കലക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കട്ടകൾ പാടില്ല. അപ്പോൾ അമിതമായിട്ട് തടിയുള്ളവരും അതുപോലെ തന്നെ വയറുള്ളവരൊക്കെ നമുക്ക് ഇത് സ്ഥിരമായിട്ട് നമ്മൾ തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുകയും അതുപോലെ തന്നെ നമുക്ക് ആ വയറൊക്കെ നല്ലതുപോലെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതാ ഇവിടെ അടുപ്പിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൈ എടുക്കാതെ തന്നെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതൊന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തിയാണ്. അതുമാത്രമല്ല നമ്മളിത് ചൂടാകാൻ വയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ തീ കുറച്ചിട്ട് വേണം അത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ അത് ഇളക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുറുകി നമുക്ക് ആ റാഗിപ്പൊടി നല്ലതുപോലെ വെന്ത് കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ. അപ്പോൾ കൈ എടുക്കാതെ തന്നെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ നല്ലതുപോലെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ആ റാഗി കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റാഗി നല്ലതുപോലെ കുറുകി കിട്ടും കേട്ടോ. നമ്മൾ തീ കുറച്ച് വെച്ചാലും അത് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ കുറുകി വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ മധുരം ചേർക്കുന്നേ ഇല്ല. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇത് ഒന്ന് തയ്യാറാക്കി കുടിച്ചാൽ മതി കേട്ടോ. ഒട്ടും തന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ തണുക്കാൻ വേണ്ടി ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ തണുത്ത് കിട്ടും കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്കിത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാറട്ടെ. ഇത് നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ അടുത്ത് വേണ്ടത് ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഹെൽത്തി ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് റോബസ്റ്റ് പഴമാണ് നല്ലത് കേട്ടോ. അമിതമായുള്ള തടി കുറയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ റോബസ്റ്റ് പഴം. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യത്തിന് വേണ്ടി നമുക്കിവിടെ ഈന്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4-5 ഈന്തപ്പഴം മതി കേട്ടോ. അധികം ഒന്നും ചേർക്കേണ്ടതില്ല. പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവർക്ക് നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത്. 3 സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. കാരണം ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സും അതുപോലെ തന്നെ റാഗിയും കൊണ്ടുള്ള സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. തടിയൊക്കെ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തടി കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.